അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ പേരിൽ പശ്ചിമഘട്ട മലനിരകളിൽ ഒരു സസ്യമുണ്ട്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് 2021 മലയാളി ഗവേഷക സംഘം കണ്ടെത്തിയ കാട്ടുകാശിത്തുമ്പപ്പൂവിന് വി.എസിന്റെ പേരായിരുന്നു ഇട്ടത്. ഇംപേഷ്യൻസ് അച്യുതാനന്ദനി. ഇംപേഷ്യൻസ് അച്യുതാനന്ദനി എന്നായിരുന്നു കണ്ടെത്തിയ പുതിയ ഇനത്തിന് പേരിട്ടത്. തിരുവനന്തപുരം ജില്ലയിലെ കല്ലാർ വനംപ്രദേശത്ത് നിന്നാണ് ഈ സസ്യത്തെ കണ്ടെടുക്കുന്നത്. 2021 അന്താരാഷ്ട്ര സസ്യശാസ്ത്ര ജേണലായ ഫൈറ്റോ കേസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് സസ്യത്തെ ആദ്യമായി ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി പ്രത്യേകിച്ച് മൂന്നാറിലെ മതികെട്ടാൻ ചോലയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നതിലടക്കം വി.എസ്. കാണിച്ച ശ്രമങ്ങൾക്കുള്ള ആദരവായാണ് സസ്യത്തിന് വി.എസിന്റെ പേരിട്ടതെന്ന് ഗവേഷകർ ജേണലിൽ പറയുന്നു. 2002 തുടക്കത്തിൽ അപൂർവ സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമായ കേരളത്തിലെ ഒരു വനപ്രദേശം കയ്യേറ്റക്കാർ നിശബ്ദമായി വിഴുങ്ങുകയായിരുന്നു. രാഷ്ട്രീയ സംരക്ഷണത്തിൽ അവർ മരങ്ങൾ വെട്ടിമാറ്റി, കൃഷി ആരംഭിച്ചു, ആളുകളുടെ പ്രവേശനം തടയാൻ ഗുണ്ടകളെ പോലും വിന്യസിച്ചു. ഇതെല്ലാം നടന്നത് സംസ്ഥാനത്തെ ഏറ്റവും പരിസ്ഥിതിലോല മേഖലകളിൽ ഒന്നിലായിരുന്നു. ആ വനം പശ്ചിമഘട്ട ആവാസ വ്യവസ്ഥയുടെ നിർണായക ഭാഗമായ മതികെട്ടാൻ ചോലയായിരുന്നു. എന്നാൽ ഒരു അപ്രതീക്ഷിത പ്രവൃത്തി അതിൻ്റെ വിധി മാറ്റിമറിച്ചു. 78 വയസ്സുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി.എസ്. അച്യുതാനന്ദൻ കയ്യേറ്റ ഭൂപ്രദേശത്തേക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും കാൽനടയാത്ര നടത്തി. ദൃഢവും പ്രതീകാത്മകവുമായ അദ്ദേഹത്തിൻ്റെ ആ യാത്ര ഒരു ചരിത്രപരമായ പാരിസ്ഥിതിക തീരുമാനത്തിലേക്കാണ് നയിച്ചത്. താമസിയാതെ കേരള സർക്കാർ മതികെട്ടാൻ ചോലയെ ഒരു ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചു. ഒരു കാടിനെ രക്ഷിക്കുക മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവിനെ പരിസ്ഥിതി പ്രതിരോധത്തിന്റെ പ്രതീകമാക്കി മാറ്റുകയും ചെയ്ത നിമിഷമായിരുന്നു അത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ബോട്ടണി വിഭാഗം ഗവേഷണ കേന്ദ്രത്തിലെ സിന്ധു ആര്യ, ഡോക്ടർ വി.എസ്. അനിൽകുമാർ, പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്ലാന്റ് ജനറ്റിക് റിസോഴ്സ് വിഭാഗത്തിലെ എം.ജി. ഗോവിന്ദ്, പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ ബോട്ടണി വിഭാഗത്തിലെ ഡോക്ടർ വി. സുരേഷ്, തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ ലബോറട്ടറി ഓഫ് ഇമ്മ്യൂണോ ഫാർമക്കോളജി ആൻഡ് എക്സ്പെരിമെന്റൽ തെറാപ്യൂട്ടിക്സിലെ W.K. വിഷ്ണു എന്നിവർ ചേർന്നാണ് തിരുവനന്തപുരത്തെ കല്ലാർ വനമേഖലയിലെ സമുദ്രനിരപ്പിൽ നിന്ന് 1200 മീറ്ററിലധികം ഉയരത്തിലുള്ള നീർച്ചോലകൾക്കരികിൽ സസ്യത്തെ കണ്ടെത്തിയത്. പാലക്കാട് സൈലന്റ് വാലിയിൽ നിന്നും ഈ സസ്യത്തെ കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളയിൽ ക്രീം നിറം കലർന്ന ഇതളുകളും പൂവിനകത്ത് മഞ്ഞ പൊട്ടുമുള്ള അതിമനോഹരമായൊരു കുഞ്ഞൻ ചെടിയാണ് ഇംപേഷ്യൻസ് അച്യുതാനന്ദനി എന്ന കാട്ടുകാശിത്തുമ്പ. ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്താനാവുന്നതിലും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ കോറിയിടാവുന്നതിലും അപ്പുറം പ്രകൃതിയുടെ ശാന്തതയിൽ വി.എസിന് ജീവനുള്ള ഒരു ആദരാഞ്ജലി.